السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഈ ആയത്തിലും അടുത്ത ആയത്തിലും പറയുന്നത് ആത്മാവിനെ അല്ലെങ്കിൽ റൂഹിനെ പിടിച്ച ശേഷം ചീത്ത പ്രവൃത്തികൾ ചെയ്ത ആളുകളും മലക്കുകളും തമ്മിലുള്ള സംഭാഷണമാണ്. ഖബറിലെ രക്ഷാശിക്ഷകൾ വ്യക്തമായും ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതേസമയം അതിനാണ് ബർസഖിയായ ലോകം എന്ന് പറയുന്നത്. ഹദീസുകളിൽ അതിനെപ്പറ്റി പറയുന്ന ഖബർ എന്ന വാക്കിലാണ്. മരണത്തിൻ്റെ അവസാന ശ്വാസം മുതൽ വീണ്ടും പുനരുത്ഥാനത്തിൻ്റെ ആദ്യഘട്ടം വരെ മനുഷ്യൻ്റെ ആത്മാക്കൾ താമസിക്കുന്ന ലോകമാണ് ബർസഖ് എന്ന് പറയുന്നത്. ഈ ലോകം തികച്ചും നിശൂന്യമാണെന്നും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അറിവോ ബോധമോ രക്ഷാശിക്ഷകളോ ഉണ്ടാവുകയില്ലെന്ന് ഹദീസ് നിഷേധികൾ ശഠിക്കുന്നു. പക്ഷേ സത്യനിഷേധികളുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ മരണത്തിൻ്റെ അതിർത്തിക്കപ്പുറമുള്ള അവസ്ഥ അവരുടെ ധാരണക്ക് തികച്ചും വിരുദ്ധമാണെന്ന് കണ്ട് അവർ പരിഭ്രമിക്കുന്നു. ഉടനെ തന്നെ രക്ഷാമാർഗം അന്വേഷിച്ചുകൊണ്ട് അവർ മലക്കുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. തങ്ങൾ ഒരു തിന്മയും ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്ന്. ഇതിന് ഭീഷണിയുടെ സ്വരത്തിൽ മലക്കുകൾ മറുപടി വരുന്നു. അവർ നരകത്തിൽ പ്രവേശിക്കാൻ പോവുകയാണെന്ന്. മറുവശത്ത് സത്യസന്ധരായ ആൾക്കാരുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്കുകൾ അവർക്ക് സമാധാന സന്ദേശം നൽകുകയും ചെയ്യുന്നു. വരാൻ പോകുന്ന സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ആശംസകൾ മലക്കുകൾ അറിയിക്കുന്നു. ബർസഖി ജീവിതം, അവിടുത്തെ അറിവ്, ബോധം, രക്ഷാശിക്ഷങ്ങൾ തുടങ്ങിയവയുടെ സ്ഥിരീകരണത്തിന് ഇതിനേക്കാൾ വ്യക്തമായ തെളിവുകൾ ഇനി ആവശ്യമില്ല. ഇവ വ്യക്തമായ ഭാഷയിൽ ബർസഖി ജീവിതം അഥവാ മരണത്തിന് ശേഷമുള്ള അവിടെയുള്ള ശിക്ഷകൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് ആയത്തുകളിൽ വന്നിരിക്കുന്നു. അവിടെ ഫിറഔനെയും കുടുംബത്തെയും കുറിച്ച് അള്ളാഹു പറയുന്നു, ഭയങ്കരമായ ശിക്ഷയ്ക്ക് അവർ പാത്രമായിരുന്നു. അതായത് നരകാഗ്നി, രാവിലെയും വൈകുന്നേരവും അവർ അതിനു മുന്നിൽ കൊണ്ടുവരപ്പെടും. പിന്നീട് പുനരുത്ഥാന സമയം ഫിറഔൻ കുടുംബത്തെ അതിഘോരമായ ശിക്ഷയിലേക്ക് തള്ളിവിടുക ചെയ്യും. മരണത്തിൻ്റെയും ഖിയാമത്തിൻ്റെയും ഇടയിലുള്ള അവസ്ഥയെക്കുറിച്ച് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒരേ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് മരണം എന്ന് പറയുന്നത് ശരീരവുമായി നമ്മുടെ ആത്മാവ് വേർപിരിയുന്നതിൻ്റെ പേരാണ്. നിശേഷം ഇല്ലാതാവുന്നതിൻ്റെ പേരല്ല. ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷം ആത്മാവ് ഇല്ലാതാവുന്നില്ല. മറിച്ച് ആ ആത്മാവ് അവർ കഴിഞ്ഞുകൂടിയ ഭൂമിയിലെ ജീവിതത്തിലെ അനുഭവങ്ങളും സന്തോഷങ്ങളും ഉൾക്കൊള്ളുന്ന പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി അത് ജീവിച്ചു കൊണ്ടിരിക്കും. ഈ അവസരത്തിൽ ആത്മാവിൻ്റെ ബോധവും അറിവും കാഴ്ചയും അനുഭവങ്ങളുമൊക്കെ എങ്ങനെയായിരിക്കുമെന്നും ഒക്കെ സ്വപ്നത്തോട് ഉപമയാക്കി മനസ്സിലാക്കുന്നതാണ്. കുറ്റവാളികളായ ആത്മാക്കളെ മലക്കുകൾ ചോദ്യം ചെയ്യുന്നതും പിന്നീട് ശിക്ഷിക്കുന്നതും നരകത്തിൻ്റെ വക്കിൽ കൊണ്ടുചെന്ന് നിർത്തുന്നതുമെല്ലാം ഒരു കൊലപ്പുള്ളി തൂക്കിലേറ്റപ്പെടുന്നതിൻ്റെ തലേന്ന് ഭയാനകമായ സ്വപ്നം കാണുന്ന പോലെ ആയിരിക്കുമെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കുന്നതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.